എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്ലഡ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. എന്തൊരു ഫൂളിഷ്നെസ് ആണ് ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, നവജാത ശിശുമരണ നിരക്ക് കേരളത്തിൽ കുറവായിരിക്കുന്നതിന് അദ്ദേഹം പറയുന്ന കാരണം അമ്പരപ്പിക്കുന്നതാണ്. ആദ്യം നമുക്കതൊന്ന് കേൾക്കാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ ഏറ്റവും കമ്മിയാണ്, നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? കുട്ടികളെ ഉണ്ടാക്കുന്ന യൂത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നതാണത്രേ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയാൻ കാരണം. എന്തൊരു അസംബന്ധമാണിത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിന് ഒരു കുറവുമില്ല. വലിയ വ്യവസായ പ്രമുഖനാണ്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ചിക്കാഗോയിലെ ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ബിരുദവും നേടിയെന്നാണ് അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ ബയോഡേറ്റയിൽ കാണുന്നത്. അങ്ങനെ ഒരാളിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അസംബന്ധം കേൾക്കേണ്ടി വരിക? എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ നവജാത ശിശുമരണ നിരക്ക് എന്ന് വായിച്ചു മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആളല്ല രാജീവ് ചന്ദ്രശേഖർ. കുട്ടികളെ ഉണ്ടാക്കുന്ന യൂത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നതാണ് കേരളത്തിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയാൻ കാരണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്താ ധരിക്കുക? 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കിനെയാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ 1005 1000 കുട്ടികൾ ജനിക്കുമ്പോൾ മരണപ്പെടുന്നത് 5 പേർ. ദേശീയ ശരാശരി 25. ജനിച്ച് 28 ദിവസത്തിനകം മരണപ്പെടുന്ന കുട്ടികളുടെ നിരക്കിനെയാണ് നവജാത ശിശുമരണ നിരക്ക് അഥവാ നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ 4. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 28 ദിവസത്തിനകം മരണപ്പെടുന്നത് കേരളത്തിൽ 4 പേർ മാത്രമാണ്. ദേശീയ ശരാശരി 20. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 5ഉം നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് 4ഉം ആയത് കേരളം കൈവരിച്ച വലിയ ആരോഗ്യ നേട്ടമാണ്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നാം കൈവരിച്ച നേട്ടം. ലോകത്തെ വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം കൈവരിച്ച വലിയ നേട്ടം, അഭിമാനകരമായ നേട്ടം. എന്താണ് ഈ ഇൻഡെക്സുകൾ കേരളത്തിൽ ഇത്ര കുറയാൻ കാരണം? അത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെ കുട്ടികളെ ഉണ്ടാക്കുന്ന യൂത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നതല്ല. 2 കാരണങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ നിയോനേറ്റൽ ICU, നവജാത ശിശു പരിചരണ കേന്ദ്രങ്ങൾ എന്നിവ ലോക നിലവാരമുള്ളവയാണ്. 2 സ്ത്രീ സാക്ഷരതയും ബോധവൽക്കരണവും. കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, മുലയൂട്ടൽ, ഗർഭകാല പരിചരണം എന്നിവയിൽ ലോക നിലവാരമുള്ള അവബോധമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്. മാത്രമല്ല കേരളത്തിലെ പ്രസവങ്ങളിൽ 99.99% ആശുപത്രികളിലാണ് നടക്കുന്നത്. ഇത് പ്രസവ സമയത്ത് സങ്കീർണതകൾ കുറയ്ക്കുകയും ശിശു പരിചരണം കാര്യക്ഷമമായി നടക്കുകയും ചെയ്യുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള നവജാത ശിശുക്കൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഹൃദ്യം പദ്ധതി കേരളത്തിൽ മാത്രമുള്ളതാണ്. അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും സൗജന്യ യാത്രാ സൗകര്യം നൽകുന്ന മാതൃയാനം പദ്ധതിയും കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇതൊക്കെയാണ് വിദഗ്ധരും നീതി ആയോഗവും ഒക്കെ അംഗീകരിച്ച കാരണങ്ങൾ. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കുട്ടികളെ ഉണ്ടാക്കുന്ന യൂത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ ഏറ്റവും കമ്മിയാണ്, നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? അത് എങ്ങനെയാണ് സാർ ശരിയാകുന്നത്? കുട്ടികളെ ഉണ്ടാക്കുന്ന യൂത്ത് മൈഗ്രേറ്റ് ചെയ്താൽ കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ എണ്ണം കുറയുകയല്ലേ ചെയ്യുക? ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് അതല്ലല്ലോ. ജനിച്ചു കഴിഞ്ഞ് പലവിധ കാരണങ്ങളാൽ മരണപ്പെട്ടു പോകുന്ന കുട്ടികളുടെ നിരക്കല്ലേ അത് സാർ? 1005 എന്ന് പറയുമ്പോൾ 1000 കുട്ടികൾ ജനിക്കുന്നതിൽ 5 മരണം എന്നല്ലേ? മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടല്ലേ കുട്ടികൾ ജനിക്കുന്നത്. കുട്ടികളെ ഉണ്ടാക്കുന്ന യൂത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ജനന നിരക്കല്ലേ? ശിശുമരണ നിരക്കോ നവജാത ശിശുമരണ നിരക്കോ അല്ലല്ലോ. ChatGPTയും ജെമിനിയും ഒക്കെ അരങ്ങുവാഴുന്ന കാലമാണിത്. ഇത്തരം പ്രാഥമിക വിവരങ്ങൾ ഇക്കാലത്ത് ആർക്കും വിരൽ തുമ്പിൽ ലഭ്യമാകുന്നതുമാണ്. നീതി ആയോഗിന്റെയൊക്കെ റിപ്പോർട്ടുകൾ വായിച്ചു മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആളാണോ രാജീവ് ചന്ദ്രശേഖർ? എന്നിട്ടും ഇത്തരം അസംബന്ധം പറയാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നത്? അതും കേരളത്തിൽ. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ അധ്യക്ഷനാണ് അദ്ദേഹം. ആ കേരളമോ സാക്ഷരതയിലും വിദ്യാഭ്യാസ പ്രബുദ്ധതയിലും ഒക്കെ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനവും. ആ നാട്ടിലെ ജനങ്ങളോട് വർത്തമാനം പറയുമ്പോൾ കുറച്ചൊരു ഗൃഹപാഠം ചെയ്യണ്ടേ? വിദ്യാസമ്പന്നനെന്ന് കരുതപ്പെടുന്ന ഒരു നേതാവിന് വിദ്യാസമ്പന്നമായ ഒരു ജനതയോട് പറയാൻ കൊള്ളാവുന്ന വാദമാണോ ഇത്? കുട്ടികളെ ഉണ്ടാക്കുന്ന യൂത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള സിദ്ധാന്തം പറഞ്ഞാൽ BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അത് കേട്ട് ചിലപ്പോൾ അന്തം വിട്ടിരിക്കും. സുരേഷ് ഗോപിയെ പോലൊരു കേന്ദ്ര സഹമന്ത്രി കൈയടിച്ചെന്നും വരാം അത് കേട്ട്. അതിന് പുറത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ സിദ്ധാന്തം ആരെങ്കിലും അംഗീകരിക്കുമോ? സംശയമാണ്.